കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞതാണ് ഈ വഞ്ചന. കോൺഗ്രസ് കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര പറഞ്ഞു, പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു, പാലിച്ചില്ല. കോൺഗ്രസ് തെലങ്കാനയിൽ മഹാലക്ഷ്മി പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി വലിയൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു, പാലിച്ചില്ല. കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ 1500 രൂപ പ്രതിമാസം സ്ത്രീകൾക്ക് പെൻഷനായി കൊടുക്കുമെന്ന് പറഞ്ഞു, പാലിച്ചില്ല. എവിടെയെല്ലാം കോൺഗ്രസ് അധികാരത്തിലിരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം വഞ്ചനാപരമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. വാഗ്ദാനങ്ങൾ നൽകുക, തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതിനുശേഷം ജനങ്ങളെ വഞ്ചിക്കുക. ഇത് കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞതാണ്, കോൺഗ്രസിന്റെ DNA ആണ്. അവർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും അവർ സംസ്ഥാനങ്ങളിൽ ഭരിക്കുമ്പോഴും ഇത് തന്നെയാണ് ചെയ്തത്. 60 കൊല്ലം ഈ രാജ്യം ഭരിച്ച അതേ വഞ്ചന അവർ കാണിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വഞ്ചനയാണ് കോൺഗ്രസ്. അതേസമയം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കൂ. കേരളത്തോടൊപ്പം സത്യപ്രതിജ്ഞ സംസ്ഥാനമാണ് ബംഗാൾ. ബംഗാളിൽ സൗജന്യ യാത്ര യാഥാർത്ഥ്യമായിരിക്കുന്നു. ബംഗാളിൽ മമതാ സർക്കാർ തടഞ്ഞുവെച്ച PM ആവാസ് യോജനയിൽ ഒപ്പിട്ടിരിക്കുന്നു. ബംഗാളിൽ PM അർബൻ ഒപ്പിട്ടിരിക്കുന്നു. ബംഗാളിൽ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാം അവരുടെ അക്കൗണ്ടിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം എന്തെല്ലാം വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എത്രയായിരുന്നു ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ പോയി VD സതീശൻ പറഞ്ഞത്? എത്രയാ കൊടുത്തത്? ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ പോയി VD സതീശൻ അവർക്ക് നൽകിയ വാഗ്ദാനം എത്രയായിരുന്നു? ഇവിടെ എത്ര കൊടുത്തത്? ഇവിടെ ഏത് വാഗ്ദാനം പാലിക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്? ഒരു വാഗ്ദാനവും പാലിക്കാൻ സർക്കാർ തയ്യാറില്ല. ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകളാണ് ആദ്യ മാസത്തിൽ പുറത്തു വരുന്നത്. ഇതിനെതിരായിട്ട് പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടുന്നേയില്ല. G. സുധാകരൻ പറഞ്ഞതാണ് ശരി. ഒരു നനഞ്ഞ പടക്കം പോലെ ഇരിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ്, മൗനിയായിട്ടിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഒരു നടപടിയുമില്ല. തെലങ്കാനയിലെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ വായ തുറന്ന് ഒരക്ഷരം ശബ്ദിക്കാൻ തയ്യാറാവുന്നില്ല. എന്താ കാരണം? ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ആണ്. കേസുകൾ ഒത്തുതീർപ്പാക്കി പരസ്പരം രക്ഷപ്പെടുന്ന രീതിയാണ് കഴിഞ്ഞ ഇത്രയും ദശകങ്ങളായി കേരളത്തിൽ നടക്കുന്നത്. അത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഭാഗ്യവശാൽ 3 BJP MLA-മാർ കേരള നിയമസഭയിൽ ഉള്ളതുകൊണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ പോവില്ല എന്നുള്ളത് മാത്രമേ പറയാൻ സാധിക്കൂ. ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ പോകുന്നില്ല. ഇന്ത്യ മുന്നണി ഇവിടെ ഫലത്തിൽ യാഥാർത്ഥ്യമായിരിക്കും. പരസ്പരം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭരണകക്ഷിയും പ്രതിപക്ഷമായിരിക്കുന്നവർ ദില്ലിയിൽ കാണിക്കുന്ന നാടകങ്ങൾ ഇന്നലെ കണ്ടല്ലോ. ഡീലാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. BJP-യും CPM-ഉം തമ്മിൽ ഡീൽ. യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്ന പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ എന്ത് ഡീലുണ്ടാക്കിയെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കണം. എന്താ വിശദീകരിച്ചത്? എന്നിട്ട് കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കുക. നാണം കെട്ട ഭരണകക്ഷിയും അതിലേറെ നാണം കെട്ട പ്രതിപക്ഷവുമാണ് കേരളത്തിൽ. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ജനങ്ങളുടെ പ്രതിപക്ഷമായി BJP പ്രവർത്തിക്കും, NDA പ്രവർത്തിക്കും. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധം, ജനകീയ സമരങ്ങൾ ഇതെല്ലാം ആസൂത്രണം ചെയ്യാനാണ് പാർട്ടിയും NDA-യും ആലോചിക്കുന്നത്. PM ശ്രീ പദ്ധതി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പരിഷ്കരണമാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ആ പദ്ധതി മുടക്കുക വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി, കഴിഞ്ഞ 4 വർഷം അവർക്ക് നൈപുണ്യ വികസനത്തിന്, കലാ സാംസ്കാരിക രംഗത്തെ പ്രോത്സാഹനത്തിന്, കായിക രംഗത്തെ മികവിന്, പുതിയ അറിവുകൾ നേടാനുള്ള
പഠിക്കാനുള്ള അവസരത്തിന്, മത്സര പരീക്ഷകളിൽ മറ്റുള്ളവരോടൊപ്പം ഏറ്റുമുട്ടാനുള്ള മത്സരിക്കാനുള്ള അവസരത്തിന് എല്ലാം തടസ്സം നിൽക്കുന്ന സമീപനമാണ് കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ സർക്കാർ അത് സ്വീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം UDF-നകത്തുള്ള മുസ്ലിം ലീഗിലെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അടക്കം സമ്മർദ്ദമായിരുന്നു. കാരണം ഇവിടെ എപ്പോഴും അങ്ങനെയാണല്ലോ, മതമൗലികവാദ സംഘടനകൾ സമ്മർദ്ദത്തിലാക്കിയാൽ ഏത് പരിഷ്കാരവും വേണ്ടെന്ന് വെക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ അവർ ഭരിക്കുന്ന സംസ്ഥാനം കോൺഗ്രസ് രാജസ്ഥാൻ ഭരിച്ചപ്പോൾ അവിടെ PM ശ്രീയിൽ ഒപ്പിട്ടു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ PM ശ്രീ നടപ്പാക്കുന്നു. പക്ഷേ കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ കാലത്ത് അതിനെതിരായ ശക്തമായ നിലപാടെടുത്തു. LDF ഗവൺമെന്റ് അവിടെ പോയി ആരും അറിയാതെ ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ട് അവിടെ പോയി ഒപ്പിട്ടു. പ്രശ്നം ഇവിടെ വലിയ വാർത്തയായപ്പോൾ കുറച്ചു കാലത്തേക്ക് മാറ്റിവെച്ചു. ഞങ്ങൾ അന്നേ പറഞ്ഞു PM ശ്രീ നടപ്പാക്കുന്നതിൽ കാലതാമസമുണ്ടാക്കിയതിന് LDF-ഉം UDF-ഉം വിദ്യാർത്ഥി സമൂഹത്തോടും രക്ഷിതാക്കളോടും മാപ്പ് പറയേണ്ടതാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ PM ശ്രീ നടപ്പാക്കേണ്ടി വരും. ഞാനൊരു അഡ്വാൻസ് ആശംസ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീന് നൽകുകയാണ്. എന്തിനായി ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? സത്യം എന്താ പറഞ്ഞൂടെ? PM ശ്രീയിൽ എന്താ കുഴപ്പം? ഇപ്പോൾ ഒരു സമിതിയെ വെച്ചിരിക്കാൻ. ഇതൊക്കെ വെറും അടവ് നയങ്ങളാണ്, മുടന്തൻ ന്യായങ്ങളാണ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും CPI-യും അടക്കമുള്ള പാർട്ടികൾ ചേർന്ന് ബഹളം വെച്ചപ്പോൾ കേരളത്തിലെ മുഖ്യധാര പാർട്ടികളെല്ലാം അതിൽ മുങ്ങിപ്പോയി. സത്യം, കേരളത്തിലെ 700ഓളം സ്കൂളുകൾക്ക് ആദ്യഘട്ടത്തിൽ ഒരുപാട് അവസരങ്ങളാണ് നഷ്ടമായത്. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളുടെ നവീകരണത്തിന്, പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ അവർക്ക് പഠിക്കാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് എല്ലാം ഓരോ സ്കൂളിനും അധികമായി 1 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ഇനത്തിൽ മാത്രം നൽകുന്നത്. മറ്റടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം അതിൻ്റെ തുടർ ചെലവുകളൊക്കെ ആയിട്ട് ഏത് സ്കൂളിനും മെച്ചപ്പെടാൻ വിനാശകരമായ രാഷ്ട്രീയം കളിച്ച ദേശവിരുദ്ധ നിലപാടുള്ള ഈ പാർട്ടികൾക്കെതിരായി അവർ ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാത്തവർ എന്തിനാ കാശ് വാങ്ങിയിട്ട് ഇവിടെ പുട്ടടിക്കണം? എല്ലാവരും രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു വളരെ പുരോഗമനപരമായ ഒരു സ്കീം കൊണ്ടുവരുമ്പോൾ അത് നടപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാനങ്ങൾക്കുണ്ട്. താങ്കൾ പറയുന്നത് പോലെയല്ല, കൺകറന്റ് ലിസ്റ്റിലാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇവർക്ക് മാത്രം എഴുതി ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. തർക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയാവാം. പക്ഷേ അടിസ്ഥാനപരമായ ഒരു നിലപാട് വന്നാൽ, കേന്ദ്ര നിയമം വന്നാൽ, ആ നിയമം തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കാം. അതൊക്കെ ഈ അല്ലല്ല, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം അർബൻ നക്സലുകളുടെയും ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രചാരണമാണ്. അത് നിങ്ങളെന്തിനാ ഏറ്റുപിടിക്കുന്നത്?